ഹലോ, എല്ലാവർക്കും സ്കെച്ച് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും. ഒരു അടിപൊളി റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഷുഗർ സിറപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/3 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ്, അതായത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരുപാട് ഒഴിക്കണ്ട, ഈ ഒരു റേഷ്യോയിലും മതി. നമുക്ക് കുറച്ചൊരു തിക്കായിട്ടുള്ള ഷുഗർ സിറപ്പാണ് വേണ്ടത്, അതുകൊണ്ടാണ്. ഇന്ന് ഇത് നല്ലപോലെ തിളക്കണം. തിളച്ചിട്ട് ആ പഞ്ചസാരയൊക്കെ നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ആവണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വെക്കണം. ഇത് നല്ലപോലെ തണുത്ത ശേഷമേ നമുക്കിത് ഡ്രിങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പഞ്ചസാര നേരെ ഇടുന്നതിനേക്കാളും നല്ലത് ഷുഗർ സിറപ്പായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ബ്ലൂ കളർ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വളരെ കുറച്ച് മതി കേട്ടോ. ഈ ഫുഡ് കളറിന് ജസ്റ്റ് ഒരു 3 ഡ്രോപ്പ്, കറക്റ്റ് 3 ഡ്രോപ്പില്ല, അതിലും കുറവ്, അത്രേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 3 ഡ്രോപ്പ് ചേർക്കുന്നുണ്ട് ഇതിൽ. ഇനി ഇത് ഈ ഷുഗർ സിറപ്പിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഷുഗർ സിറപ്പിൻ്റെ കളറ് ഒരു നല്ലൊരു ബ്ലൂ കളറായിട്ട് മാറും. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 2 നാരങ്ങയുടെ സ്ലൈസും പിന്നെ കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കുക. ഈ നാരങ്ങയുടെ സ്ലൈസ് ഇടുന്നത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി കേട്ടോ. അതിടുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് വേണം. ഐസ് ക്യൂബ്സ് നിർബന്ധമാണ്. ഈ ഡ്രിങ്ക് തണുപ്പില്ലാതെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 5-6 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തണുപ്പോടെ കുടിക്കുമ്പോഴാണ് ഇതിന് ഒരു റിഫ്രഷ്മെൻറ്റും ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. എന്നിട്ട് നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് ഏകദേശം ഒരു 3-4 ഗ്ലാസ്സിനുണ്ടത് ഉണ്ടാകും. ഇനി നമുക്ക് സോഡ റെഡിയാക്കി വെക്കാം. അതിനുശേഷം ഈ ഗ്ലാസ്സിലേക്ക് ഒരു 1/2 ഭാഗം നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്ലൈസ് ഇട്ടതുകൊണ്ട് നാരങ്ങയുടെ ടേസ്റ്റ് വരില്ല, അതുകൊണ്ടാണ് നമ്മൾ നാരങ്ങയുടെ നീര് എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ബ്ലൂ ലെമണേഡ് സോഡ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയിലൂടെ നമുക്ക് വീണ്ടും കാണാം.